നമുക്കുള്ള ഏതെങ്കിലും ഒരു ചെറിയ കഴിവുണ്ടായിരിക്കും, അതായിരിക്കും നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ വിചാരിക്കും അതിനകത്ത് സ്കോപ്പ് ഇല്ലെന്ന്, പക്ഷെ അതിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടായിരിക്കും. വേറെ ഒരു സ്കില്ലും ഇല്ല എനിക്ക്, നമുക്ക് ഇത് അല്ലാതെ. ആണോ അമ്മേ? ഒന്നുമില്ല. അങ്ങനെ വേണം അമ്മ. ഞങ്ങള് പിള്ളേർ എങ്ങനെയാണെന്നറിയാം, ഇപ്പോഴത്തെ ജെൻസി പിള്ളേര് അല്ലേ, ഞങ്ങളെ പോലെ. എനിക്ക് ഒരു കാര്യം കൂടെ ഒന്നെങ്കിലേ സന്തോഷം. അതെന്ത് കാര്യമാണ്? എന്റെ കല്യാണം ഉറച്ചിരിക്കുക. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, എവിടെ ശ്രീകാന്ത് ഏട്ടന്റെ ഫിനാൻസ് എവിടെ? എത്ര മാസം വേണം അമ്മ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞു. എനിക്ക് ഇന്ന് തന്നെ ഇഷ്ടം. അയ്യോ അത് പറ്റൂല. മഴയാ. മഴയൊന്നും സാരമില്ല, ഒത്തിരി പേരെ ഒന്നും കൊണ്ടുപോകണ്ട, അവരെയും കൊണ്ടുപോകണ്ട. അങ്ങനെ ഒരു ടോക്ക് നമുക്ക് രണ്ടുപേരും അന്ന് മഴയായിരുന്നു. ഞാനിങ്ങനെ എന്നിട്ട് കനാലിലോട്ട് വീണു, മുട്ടിന്ന് കനാലിൽ ഇടിച്ചു. 3 മാസം ഞാൻ റെസ്റ്റ് ആയിരുന്നു. ഓക്കറയിലൊക്കെ ആയിരുന്നു നടക്കുന്നതൊക്കെ. ഈ ഒരു സെറ്റപ്പ് നമ്മൾ ഹോം ടൂറിന് വേണ്ടിട്ട് റെഡി ആക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പ് പോലെ ഉണ്ടല്ലോ. ഹോം ടൂർ അല്ല, ഹോം തിയേറ്റർ. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അതുകൂടി നമ്മൾ തെറ്റുള്ളൂ. എനിക്ക് ഡിപ്രഷൻ അടിച്ചിട്ട് വന്നായിരിക്കും. അതെ, അതല്ല പണി ചെയ്ത് മടുത്തിട്ട് വന്ന. എന്റെ അമ്മ എന്നെ പോലെ ഒത്തിരി കഷ്ടപ്പെട്ടു. ഞങ്ങള് 3 പെൺപിള്ളേരായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ മെയിൻ കഷ്ടപ്പാടായി. അമ്മയ്ക്ക് മിണ്ടാനും പറയാനും ഒരാള് വേണം, അതാണ് ഏറ്റവും അമ്മയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. അമ്മ ഐഫോൺ സിറി ഉണ്ടല്ലോ അതിനകത്ത്. ഇനി അതുപോലെ നോക്കാം. സിറി എങ്കിൽ സിറി എന്തെങ്കിലുമൊക്കെ എനിക്ക് സംസാരിക്കാൻ താന്ന് എന്റെ ദൈവമേ. ഒരു മോളെ ഞാൻ വിളിക്കാം, നമ്പർ തന്നിട്ടു. ഇച്ചിരി മുമ്പ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇച്ചിരി മുമ്പ് പറഞ്ഞത് ഇവരൊന്നും കൂട്ടണ്ട മോനല്ലേ. അതല്ല, വിളിക്കാനല്ല, കല്യാണം താമസിക്കുവാനെ പറയാ.